നമസ്തേ. സന്ദേശമാല കാണുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് കേരളത്തിലെ ഓരോ വീടുകളും ചെറിയ ഒരു മെഡിക്കൽ ഷോപ്പാണ്. ഒരു വീട്ടിൽ എത്ര ആളുകളുണ്ടോ അത്രയും ആളുകൾ രോഗികളാണ്. ജനിച്ചു വീണ കുഞ്ഞു മുതൽ 95 വയസ്സുകാരനായ മുതുമുത്തച്ഛൻ വരെ രോഗിയാണ്. രോഗമില്ലാത്ത ഒരാളെയും നമുക്കിന്ന് കാണാൻ കഴിയുകയില്ല. കാണാൻ നല്ല ചന്തമൊക്കെ ഉണ്ടാവും, പക്ഷേ ആള് രോഗിയാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഒരു കല്യാണം നടക്കുകയാണ്. കല്യാണ പെണ്ണ് സിനിമാ നടിയെ പോലെ സുന്ദരിയാണ്. ചെറുക്കനും സിനിമാ നടനെ പോലെ സുന്ദരൻ. എല്ലാവരും അവരെ കൂടെ ഫോട്ടോ എടുക്കാൻ മത്സരിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് മടങ്ങുന്നവരൊക്കെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും സൗന്ദര്യത്തെ പറ്റിയാണ് ചർച്ച. ഒരു മാസം കഴിഞ്ഞു, രണ്ടുപേരും ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്നു. കല്യാണത്തിൽ പങ്കെടുത്ത ഒരു ബന്ധു കുശലം ചോദിച്ചു അടുത്ത് ചെന്നു. അപ്പോൾ ചെറുക്കൻ പറയാ, തണുപ്പ് തുടങ്ങിയില്ലേ, ഇവൾക്ക് ഭയങ്കര ശ്വാസം മുട്ടല, പിന്നെ AC അത് ഇവൾക്ക് പറ്റുകയില്ല. ഭർത്താവിനാകട്ടെ എന്നും തലവേദന, മൈഗ്രെയിൻ, പിന്നെ ഇടുപ്പ് വേദനയുണ്ട്. സൗന്ദര്യത്തെക്കുറിച്ച് നമ്മളുടെ കാഴ്ചപ്പാടെന്താ? ആ കല്യാണ ദിവസം എത്ര ആളുകൾ ഇവരുടെ സൗന്ദര്യം കണ്ട് അസൂയപ്പെട്ടതാണ്. കല്യാണം കഴിക്കാൻ ഒരു പെണ്ണ് വേണം. ആ പെണ്ണിനെ കാണാൻ പോകാൻ അവളുടെ സൗന്ദര്യം നോക്കുന്നു ആ കാണാൻ പോയവൻ. വിദ്യാഭ്യാസം നോക്കുന്നു, ഇതുപോലെ തന്നെ പെണ്ണും. ചെറുക്കൻ്റെ വിദ്യാഭ്യാസം, ജോലി, ഇതൊക്കെയാണ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കുന്നത്. എന്തെങ്കിലും അസുഖമുണ്ടോ, എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ആരും ചോദിക്കാറില്ല. വാസ്തവത്തിൽ നാം അന്വേഷിക്കേണ്ടത് ഇണയുടെ ആരോഗ്യസ്ഥിതിയല്ലേ എന്നുള്ള സത്യം നാം മറന്നു പോകുന്നു. 4 ആള് കാണുമ്പോൾ തരക്കേടില്ലാത്ത പെണ്ണ്, തരക്കേടില്ലാത്ത ചെറുക്കൻ എന്ന് പറയണം. അത്രയേ ഇവരൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ. പുറമേ കാണുന്ന സൗന്ദര്യത്തിൽ ഭ്രമിച്ച് അതുമാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവർ, അവർ അനുഭവിക്കാൻ കിടക്കുന്ന ദുരിതം ഒന്നൊന്നായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമുക്ക് രോഗമുണ്ടാക്കുന്നത്. അത് എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ടാവും? പണം കൊടുത്ത് രോഗത്തെ വിലയ്ക്ക് വാങ്ങുന്നവരാണ് ഇന്നത്തെ മനുഷ്യർ. രാത്രി 1 മണിക്കും 2 മണിക്കും ഫാസ്റ്റ് ഫുഡ് കടയിൽ ക്യൂ നിൽക്കുന്ന ന്യൂ ജനറേഷൻ, അതൊരു ഫാഷനാണ്. ഇന്ന് ആണും പെണ്ണും ഒരുപോലെ ആ സമയത്ത് കടയിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നതും ആ ഭക്ഷണം കഴിക്കുന്ന കാഴ്ച എവിടെയും കാണാൻ നമുക്കിന്ന് കഴിയും. കഴിക്കുന്നത് മുഴുവനും വിഷമയമാണ് എന്ന തിരിച്ചറിവില്ലാതെ നിത്യരോഗികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്
ഇനി വരാനിരിക്കുന്നത്. ഇരയെ ആകർഷിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന അടുക്കള ഇപ്പോൾ പുറത്താണ്. പണ്ടൊക്കെ അടുക്കള എന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ ഏറ്റവും പിറകിലായി. അതുപോലെ ലൈറ്റുകൾ പലവിധം കത്തിച്ച് വർണ്ണങ്ങൾ വിതറി അലങ്കരിക്കുന്നു. അവിടെ വണ്ടി നിർത്തി കയറി വന്ന് ആഹാരം കഴിക്കുന്നത് ഇവർക്കൊരു ഫാഷനാണ്. പുറമേ ഇരുന്ന് കഴിക്കുക. ഒരു ഡോക്ടർ ഒരിക്കൽ ഒരു കോളേജിൽ ഭക്ഷണ സംസ്കാരത്തെ പറ്റി ക്ലാസ് എടുത്തു പോയപ്പോൾ കുട്ടികൾ പറയുന്നൊരു കമൻ്റാണ്, അയാൾക്ക് അതൊക്കെ പറയാം, അവരൊക്കെ സമയം കഴിഞ്ഞവരാ, കാല് നീട്ടിയിരിക്കുന്നവരാ. ഇത് നമ്മുടെ യുഗമാണ്. കിട്ടിയ ജന്മം അടിച്ചു പൊളിക്കും. ഇവർ അടിപൊളി ജീവിതം നയിക്കുന്നവരാ. ഇവരെ കാത്തിരിക്കുന്ന വൻ ദുരന്തത്തെക്കുറിച്ച്, ആ ദുരന്തത്തെക്കുറിച്ച് ഇവർ അറിയുന്നതേയില്ല. ഡോക്ടർ എല്ലാം വിശദീകരിച്ച് കൊടുത്തിട്ടും അതൊന്നും അവരുടെ തലയിൽ കയറിയിട്ടില്ല. രോഗം വന്നു മരിക്കാതെ നരകയാതന അനുഭവിക്കാനാണ് ഈ കൂട്ടർക്ക് വിധി. പലരും അങ്ങനെയാണ്. പലരും പറയും കിടത്താതെ എന്നെ കൊണ്ടുപോകണേ എന്ന്. പക്ഷെ കിടത്താനുള്ളതല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മരണം ആ സമയത്ത് വരുമ്പോഴേ മരിക്കൂ. പക്ഷെ കിടന്ന് നരകിച്ച് മരിക്കും. ഈ ബോധം എല്ലാവരും ഉണ്ടാകട്ടെ എന്ന് വെറുതെ ഒന്നാലോചിക്കും.